തിരികെ എത്താം. ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോൾ എം വി ഗോവിന്ദൻ ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിലൊരു പറയാൻ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല. ജയരാജനല്ലേ പറഞ്ഞത്? ജയരാജൻ പറഞ്ഞത് ജയരാജനല്ലേ മനസ്സിലാക്കുക? പരിശോധിക്കണം. ആർക്കായിരിക്കും തടസ്സം? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ജയരാജൻ പറഞ്ഞതല്ലേ? ജയരാജൻ പറയുമ്പോഴും ജയരാജന്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ. നമുക്ക് ആകെ പരിശോധിക്കാലോ. 180-ലധികമൊന്നുമില്ല. അറിയില്ല. നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിനുത്തരം വരാൻ ഞാൻ എന്ത് ബാധ്യത? അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ്. DC ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. ഇപ്പോഴും തന്നെ റിപ്പോർട്ടർ ചാനലിൽ എം പി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? റിപ്പോർട്ടർ ചാനലാരാ? ഇവിടെ ആരാ പ്രകടിപ്പിച്ചു? വെറുതെ ഓരോ കാര്യങ്ങൾ അടിച്ചു വിടുകയാണ്. എന്നോട് പറയാനേ ഇല്ല. ഭർത്താവ് തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. പാർട്ടിക്കെതിരെയല്ലേ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് ഇ പി സുമാഷും പറയുന്നു. അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടി പരിശോധിക്കുമോ? ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ ഉണ്ടായത്? പാർട്ടിക്ക് തന്നെ ഒരു നിയമ നടപടിയാണ് മുന്നോട്ട് പോയിക്കൂടെ മാഷെ? അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പാർട്ടിക്ക് തന്നെ അതിനകത്ത് നിയമപരമായി മുന്നോട്ട് പോയിക്കൂടെ? ഇ പി ജയരാജനെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണോ കാണുന്നത്? പാർട്ടിക്ക് തിരിച്ചടിയില്ലേ മാഷെ? ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അപ്പോൾ പരിശോധിക്കണ്ടേ? എല്ലാറ്റിനും ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു നല്ല വായനക്കാരനാണ്. അതായത് നമുക്കറിയാവുന്ന DC ബുക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാപനമാണ്. അവര് 1970 പുസ്തകം അതിന് മുഴുവൻ വന്നിട്ടുണ്ട്, മുഴുവൻ PDF വന്നിട്ടുണ്ട്. അത് മുഴുവൻ അവർ ഇ പിനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ പേരിൽ ഇത് മുഴുവൻ അവർ തന്നെ തയ്യാറാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിലൊരു അനൗചിത്യമില്ലേ? ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയില്ല. പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇ പി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു പുസ്തകം എഴുതുന്ന കാര്യം പാർട്ടിക്ക് അറിയാമോ? പാർട്ടിക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ? ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോ ഈ വാർത്ത ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു പത്രത്തിലാണ്. അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും മുൻപൊരു ദേശീയ മാധ്യമം പത്രം തന്നെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം, അതായത് മലപ്പുറം പരാമർശം ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് മുൻപും സമാനമായ രീതിയിലൊരു ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശം അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയം പാർട്ടിക്കോ മാഷക്കോ തോന്നുന്നുണ്ടോ? ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ ഉത്തരം പറയാൻ പോകുന്നു? നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്ക് തരുക? ഞാൻ തരില്ല. നേരത്തെ പറഞ്ഞ ഞങ്ങൾക്കൊരു സംശയം തോന്നി, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്ത ഒരു കാര്യം DC ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റ് ആയത് പുറത്തു വരുമ്പോൾ പാർട്ടി അതിന് എങ്ങനെയാണ് നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അത്
അത് വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ജയരാജൻ സമ്മേളനത്തിലാണ്. പക്ഷേ ഈ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം പറയുന്നത് സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നു. പാർട്ടിക്കകത്ത് ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, ആ മേറ്ററേ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേറ്ററിന്റെ ഓരോ ഭാഗം പിടിച്ചിട്ട് ചർച്ചക്കൊന്നും ഞാനില്ല. പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി നേതാവ് ഒരു പുസ്തകം എഴുതുമ്പോൾ പാർട്ടി അറിയിക്കേണ്ടതില്ല. പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെ ചോദിക്കും. പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആയിട്ട് ആലോചിക്കേണ്ടിട്ടുണ്ട്. ഇല്ലില്ല, കാരണം എഴുതി പൂർത്തിയാക്കിയില്ലല്ലോ ചേട്ടാ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ അത് അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അകത്ത് ജയരാജൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. മറ്റു പാർട്ടിന്റെ കാര്യം ചർച്ച ചെയ്തു ഇതുവരെ. ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും ചർച്ച ചെയ്യുക. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാണ് ജയരാജൻ എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടതല്ല, പിന്നെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ ആയിക്കോട്ടെ. ഉടനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇന്ന് 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു. ഇത്ര സമയം പറഞ്ഞിട്ടുണ്ട്.